ഹായ് വെൽക്കം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് NIOS ഇംഗ്ലീഷ് +2 NIOSന്റെ ഇംഗ്ലീഷ് ചാപ്റ്റർ 2 ആണ്. ലെഷർ എന്ന് പറയുന്ന ഒരു കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു പദ്യമാണ്, അല്ലെങ്കിൽ പദ്യം എന്നൊക്കെ നമ്മൾ പണ്ട് പറയാറില്ലേ, കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ലെഷർ എന്നുള്ളതാണ് ഈ കവിതയുടെ പേര്. അപ്പോൾ ലെഷർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ഒരു സെൻറ്റൻസ് ആണ് മൈ ലെഷർ ടൈം ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ ടൈം ആക്ടിവിറ്റി. നമ്മൾ എന്താണ് ഫ്രീ ടൈമിൽ ചെയ്യാറ്? വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം? ഇതിനെ നമുക്ക് പകരം പറയാം വാട്ട് ഡു യു ഡു ഇൻ യുവർ ലെഷർ ടൈം, വാട്ട് ഡു യു ഡു ഇൻ യുവർ സ്പെയർ ടൈം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സിംപ്ലി ഈ ലെഷർ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്രീ ടൈമാണ്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയം എന്താണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പോയറ്റിനെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, അത് പിന്നീട് നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ പോയറ്റിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം എവിടെ ജനിച്ചു, എവിടെ മരിച്ചു എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് അദ്ദേഹം എന്നാണ് ജനിച്ചത്, എന്നാണ് മരിച്ചത്, എന്തായിരുന്നു അദ്ദേഹം എന്നുള്ള ബേസിക് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ പോയറ്റ് എന്ന് പറയുന്നത് വില്യം ഹെൻറി ഡേവിസ് എന്നാണ് നമ്മുടെ പോയറ്റിൻ്റെ പേര്. വില്യം ഹെൻറി ഡേവിസ്. ഓക്കെ, അദ്ദേഹം ജനിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് 1871 ജനിച്ചിട്ടുള്ളത്. 1940 മരിച്ചു. അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു പോയറ്റായിരുന്നു. അതുപോലെ തന്നെ ഒരു ഓട്ടോബയോഗ്രഫർ കൂടിയായിരുന്നു. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുന്നത് പോയത്തിൻ്റെ സമ്മറിയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോയത്തിൽ നിന്ന് പഠിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. നോക്കാം. അപ്പോൾ ഈ ഒരു പോയത്തിൽ ആദ്യമായി തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. പക്ഷെ അതിന് മുന്നേ ഈ ഒരു സമ്മറി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് പോയം വായിച്ചു നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ പറഞ്ഞിട്ടുള്ള ആ ചോദ്യത്തിൽ, ആ ഒരു പോയത്തിൽ പറഞ്ഞിട്ടുള്ള ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദിസ് ലൈഫ് ഇഫ് ഫുൾ ഓഫ് കെയർ വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റേ എന്നാണ് നമ്മുടെ പോയത്തിൽ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സമ്മറിയാണ്. എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കേണ്ടത്, അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പോയിറ്റ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ചോദ്യത്തിലൂടെ എന്താണ് നമ്മുടെ പോയിറ്റ് അർത്ഥമാക്കുന്നത്? സിംപിളി അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ: നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ചുറ്റുപാടുമുള്ള മനോഹരമായിട്ടുള്ള വസ്തുക്കൾ, മനോഹരമായിട്ടുള്ള പ്രകൃതി, ജന്തു, ജീവജാലങ്ങളെയൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഭയങ്കര ബിസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെഡ്യൂളിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് അവർ ലൈഫ്? എന്താണ് നമ്മുടെ ലൈഫിൻ്റെ ഉദ്ദേശം എന്താണ്? അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു ജീവിതം? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടേതായിട്ടുള്ള ജോലികൾ ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, അത് സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ നമ്മളൊരിക്കലും നമ്മുടെ പ്രകൃതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കാനായിട്ട് നമ്മൾ മെനക്കെടുന്നില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ സിംപിളി അദ്ദേഹം ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? എന്തിനാണ് ഇങ്ങനൊരു ലൈഫ്? എപ്പോൾ നിങ്ങൾ ഈ പ്രകൃതിയാലുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു ലൈഫ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, പ്ലാനറ്റുകളിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ് ദ പ്ലാനറ്റ് എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാനറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മളതിനെ എന്ത് ചെയ്യുന്നില്ല, നമ്മളതിനെ വേണ്ട രീതിയിൽ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സ്റ്റാൻസ വെച്ചിട്ട്, സ്റ്റാൻസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് സ്റ്റാൻസിൽ 4 വരിയോ 3 വരിയോ 2 വരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റാൻസ വെച്ചിട്ടാണ് നമ്മൾ അർത്ഥങ്ങൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്, നമുക്കിവിടെ ആ ഒരു പിക്ചറും കൂടി നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. സിമ്പിളാണ്. ആരാണ് നമ്മുടെ പോയിറ്റ്? ഡേവിസ് ആണ്. ഓക്കെ, അപ്പോൾ ഡേവിസ് പറയുന്നത് നമ്മളുടെ ജീവിതം ഭയങ്കര ബിസിയാണ്, നമുക്കൊന്നും തന്നെ തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിക്കാനുള്ള, ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ടുള്ളൊരു സമയം നമുക്കില്ല എന്നാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരിക്കലും തന്നെ വയലിൽ പുല്ല് മേയുന്ന ആടിനെയോ പശുക്കളെയോ ഒന്നും തന്നെ നമ്മൾ നോക്കുന്നില്ല. എത്ര മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട്. പക്ഷെ നമുക്കതിനുള്ള സമയമില്ല. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള, സിമ്പിളാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പിക്ചർ കാണാൻ പറ്റും. ഇവിടെ ആടുകൾ പുല്ല് മേയുന്നത്, ഓക്കെ, ചെമ്മരി ആടുകൾ പുല്ല് മേയുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു സീനറി ആയിരിക്കും അത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം. രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്, അദ്ദേഹം വീണ്ടും പറയാണ് എത്ര മനോഹരമാണ് നമ്മുടെ വനങ്ങൾ, കാടുകളൊക്കെ എത്ര മനോഹരമാണ്, അതുപോലെ എത്ര നല്ല മരങ്ങളുണ്ട്, എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിനൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. കാരണം നമ്മുടെ
ബിസി ആയിട്ടുള്ള ഷെഡ്യൂളാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസിൽ പറഞ്ഞു നമ്മൾ പശുക്കളെ, ആടുകളെ, മാടുകളെ ഇതൊന്നും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, സമയമില്ല. രണ്ടാമത് പറഞ്ഞു നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരങ്ങളുണ്ട്, കാടുകളുണ്ട്, വനങ്ങളുണ്ട്. പക്ഷേ ഇതിനൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മുടെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളാണെന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അരുവികളുണ്ട്, പുഴകളുണ്ട്. ഓക്കെ, ആ ഒരു പ്രകാശരശ്മി അതിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിൽ അത്രയും പ്യുവർ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തുണ്ട് സ്ട്രീം, അരുവികളുണ്ട്. ഓക്കെ, പക്ഷേ അതൊന്നും നോക്കിയിട്ട് സന്തോഷവും സമാധാനവും കണ്ടെത്താനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ ബിസി ലൈഫ് ഷെഡ്യൂളാണ്. ഓക്കെ, പിന്നീട് പറയുന്നു ഇനി രാത്രിയാണെങ്കിൽ പോലും പകൽ വെളിച്ചത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നീട് പറയുന്നത് ഡേവിസ് പറയുന്നതാണ്, നമ്മൾ രാത്രി നോക്കുന്ന സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റും, നല്ല തിളക്കത്തിലുള്ള ചന്ദ്രനെ കാണാൻ പറ്റും, ഒരുപാട് നക്ഷത്രങ്ങളെ കാണാൻ പറ്റും, നക്ഷത്ര സമൂഹങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രപഞ്ചം രാത്രിയും എത്ര മനോഹരമാണ്. പക്ഷേ എന്നിട്ടും നമ്മൾ രാത്രി സമയമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിനെ കാണാനോ അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇടപെടാനോ അല്ലെങ്കിൽ ഇഴകിച്ചേരാനോ ഒന്നും തന്നെ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും, അതായത് ഇപ്പോൾ രാത്രി സമയങ്ങളിൽ നമുക്കറിയാം അത്യാവശ്യം നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്, എന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇത്തരത്തിലുള്ള പ്രകൃതിനെ നിരീക്ഷിക്കാറില്ല. അപ്പോൾ നിങ്ങളിൽ പലവരും വിചാരിക്കും രാത്രി ഒന്നും സമയമില്ല തീരെ. അതാണ് നമ്മുടെ കവിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത സ്റ്റാൻസ, 5ാമത്തെ സ്റ്റാൻസയിൽ കവി പറയുന്നത്, നമ്മൾ മരങ്ങളിലൂടെയും അല്ലെങ്കിൽ മരങ്ങൾക്കിടയിലൂടെയും പൂക്കൾക്കിടയിലൂടെയൊക്കെ നടന്നു പോവാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ നടന്നു പോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. എന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത്രയും ക്യാച്ചി ആയിട്ട് ഇത്ര മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സും അല്ലെങ്കിൽ ഈ കാടിൻ്റെ മനോഹാരിതയും ഒന്നും തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടാറില്ല അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അടുത്തുകൂടെയൊക്കെ നടന്നു പോകാറുണ്ടെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇതൊന്നും. നെക്സ്റ്റ് സ്റ്റാൻസ, 6ാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് കവി വളരെയധികം ദുഃഖത്തിലാണ്. കാരണം കുഞ്ഞു കുഞ്ഞ് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ഒരു അണ്ണാൻ മരങ്ങൾക്കിടയിൽ നിന്ന് നട്ട്സ് കഴിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ കൈകളിലൊക്കെ പിടിച്ചിട്ട് അണ്ണാൻ കുഞ്ഞ് കയ്യിലൊക്കെ നട്ട്സ് പിടിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ അത് ഇതിപ്പോൾ നമുക്ക് ഇമേജ് കാണാൻ പറ്റും. ഈ ഇമേജിലുള്ള പോലെ നമുക്ക് അണ്ണാൻ കുഞ്ഞിനെ കാണാനായിട്ട് പറ്റും ഇങ്ങനെ കഴിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും അത്തരത്തിൽ നമുക്കൊരു മനസ്സിന് തന്നെ ഒരു സന്തോഷം നൽകുന്ന ഒരു സംഭവമാണത്. പക്ഷേ എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും തന്നെ നമ്മൾ നോക്കാനായിട്ട് മെനക്കെടാറില്ല. ഓക്കെ, അങ്ങനെ അവസാനം നമ്മുടെ ഡേവീസ് എന്ന് പറയുന്ന നമ്മുടെ പോയിറ്റ് അവസാനം പറയുന്നു, എന്തിനാണ് ഇങ്ങനൊരു ലൈഫ്? എന്താണ് ഈ ഒരു ലൈഫ് കൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് ഒരിക്കലും തന്നെ ഒരു ഫ്രീ ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ലെഷർ ടൈം കിട്ടുന്നില്ല. ഓക്കെ, അഥവാ കിട്ടിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ പ്രകൃതിനെ നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. ഓക്കെ, ഇങ്ങനെയുള്ളൊരു ലൈഫ് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രകൃതിനെ എൻജോയ് ചെയ്യാതെ ഇങ്ങനൊരു ലൈഫ് കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് നമ്മുടെ കവി ഈ ഒരു കവിത കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ മെസ്സേജ് പറയാം. സിംപ്ലി എന്താണ്, ദ പോയം ലെഷർ ഈസ് എ റിമൈൻഡർ, ഒരു ഓർമ്മപ്പെടുത്തലാണ്, ടു സ്ലോ ഡൗൺ ആൻഡ് ടേക്ക് ദ ടൈം ടു അപ്രിഷിയേറ്റ് ദ വേൾഡ് അറൗണ്ട് us. സമയമെടുക്കുക. എല്ലാം ഭയങ്കര തിരക്കിലാണ് എല്ലാവരും. ഒന്ന് സമയമെടുക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക, നമ്മുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുക, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇൻ അവർ ബിസി ലൈഫ്സ്, ബിസി ആയിട്ടുള്ള ജീവിതങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. വി ഓഫൻ ഫോർഗെറ്റ് ടു സ്റ്റോപ്പ് ആൻഡ് എൻജോയ് ദ സിമ്പിൾ പ്ലഷേഴ്സ് ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി ദാറ്റ് ക്യാൻ ബ്രിങ് അസ് ഹാപ്പിനെസ് ആൻഡ് പീസ്. നമുക്ക് സുഖവും സമാധാനവും തരുന്ന ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ ഭംഗി, ബ്യൂട്ടി ഇതൊന്നും നമ്മൾ എൻജോയ് ചെയ്യാറില്ല. സോ ഒരല്പസമയം കണ്ടെത്തിയിട്ട് അതിനുവേണ്ടി മാറ്റി വയ്ക്കൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ഉപകാരവുമില്ല. അല്ലെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലോകത്തിൽ നമ്മൾ പിറന്നിട്ട് അത് നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ബ്യൂട്ടി നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈഫ് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ സമ്മറി, അതുപോലെ തന്നെ സമ്മറി നമ്മളിപ്പോൾ പറഞ്ഞു, അപ്രിസിയേഷൻ, പിന്നെ പോയറ്റിക് ഡിവൈസുകളുണ്ട്, റെറ്റോറിക്കൽ ക്വസ്റ്റൻ, ഏത് തരത്തിലുള്ള ഈ ഒരു പോയമാണിത് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഇമേജറീസ്, ഇതെല്ലാം തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോ ക്ലാസ്സുകളിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. താങ്ക് യു.